കണ്ണൂർ പയ്യന്നൂർ സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയുന്നത്. പുറത്ത് പെരുമഴയാണ്. ഞാനൊരു കടയ്ക്കുള്ളിൽ നിന്നാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പയ്യന്നൂരിൽ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നാട്ടിൽ വന്നു. മുമ്പ് ഒരു ചിട്ടി കമ്പനിയിൽ കുറച്ചധികം തുക നിക്ഷേപിച്ചിരുന്നു. ആ ചിട്ടിത്തുക തിരികെ ചോദിച്ചു. അന്ന് തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയയിലൂടെ ആ ചെറുപ്പക്കാരനെ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ തേജോവധം ചെയ്യുന്ന 3 പേർ. ഒരാളുടെ പേര് സിബി എന്നാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിജി സിബി, പിന്നെ മകൻ മിഥുൻ. ഈ 3 പേരും ചേർന്നിട്ടാണ് ഈ ആക്രമണം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം തെറി വിളിക്കുക, വാട്സപ്പിലൂടെ അശ്ലീല സന്ദേശം അയക്കുക, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു ഈ 3 വ്യക്തികളും ചെയ്തിരുന്ന കുറ്റകൃത്യം. ഇതിനു മുമ്പ് ഇവർക്കൊരു ചരിത്രമുണ്ട്. കോവിഡിന് മുമ്പ് ഇവർക്കൊരു ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഇവർ പിരിച്ചെടുത്ത ശേഷം 1 രൂപ പോലും തിരികെ കൊടുക്കാതെ ആ ചിട്ടി കമ്പനി പൂട്ടിപ്പോവുകയാണ് ചെയ്തത്. അതുപോലെ പല തവണ ഈ കുറിച്ചിട്ടി എന്നൊക്കെ പറഞ്ഞ് മലബാർ മേഖലയിൽ നടക്കുന്നത് പോലെ ചിട്ടി തുടങ്ങുക, എന്നിട്ട് ആളുകളിൽ നിന്ന് പൈസ വസൂലാക്കുക, എന്നിട്ട് ചിട്ടി കമ്പനി പൂട്ടിപ്പോയി എന്ന് പറയുക. ഇതാണ് ഒന്നാമത്തെ ക്രിമിനൽ കുറ്റം. അത് കഴിഞ്ഞ് കോവിഡ് സമയത്തും ഇവർ ഇതുപോലെ ആളുകളുടെ കയ്യിൽ നിന്ന് ധാരാളം പണം വാങ്ങുകയും മുങ്ങുകയും ചെയ്തു. ഇതിനൊക്കെ പരാതികളുണ്ടെങ്കിലും ഒരിക്കലും ഇവരെ പോലീസ് പിടികൂടിയിരുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം. അതിനുശേഷം ഇപ്പോൾ സംഭവിച്ചത് 369 എന്ന് പറയുന്ന പേരിൽ ഒരു ചിട്ടി കമ്പനി തുടങ്ങി വിദേശത്തുള്ള പ്രവാസി മലയാളികളുടെ കയ്യിൽ നിന്ന് പൈസ സ്വരൂപിച്ചു. അവർ നാട്ടിൽ വന്നപ്പോൾ, ഞാൻ പറഞ്ഞ പരാതിക്കാരനായ ചെറുപ്പക്കാരൻ നാട്ടിൽ വന്നപ്പോൾ പൈസ തിരികെ ചോദിച്ചതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണം. ഏതായാലും ചെറുപുഴ പോലീസ് ഇവരെ പിടികൂടുകയും ഇവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അതൊക്കെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇതുപോലെ ഇവർ മുഖാന്തരം പണം നഷ്ടമായ ആളുകളൊക്കെ പോലീസിനെ സമീപിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ചിട്ടി തുടങ്ങാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന രീതിയിൽ വൻതോതിലുള്ള തട്ടിപ്പുകളാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു പക്ഷേയെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷം തുടങ്ങിയ ഓപ്പറേഷൻ കുബേര 2 ഒക്കെ ഇത്തരത്തിലുള്ള പ്രതികളെയൊക്കെ നിയമത്തിന് മുന്നിൽ കയ്യാമം വെച്ച് കൊണ്ടുവരുവാനുള്ള കാരണമാകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ തട്ടിപ്പിന് ഇരയായ ധാരാളം ആളുകൾക്കുണ്ട് എന്നതാണ് വാസ്തവം.